ഹലോ, ലൈഫ് ടുഡേ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ പോവാം. ചക്കക്കാലമായ പിന്നെ ചക്കപ്പുഴുക്കിലല്ലേ തുടങ്ങണ്ടേ. അതിന് നല്ലൊരു മുളക് ചമ്മന്തി അതാണിന്ന് കാണിക്കുന്നത്. അതിന് അരിഞ്ഞു വെച്ച ചക്ക ഞാനെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ സ്റ്റവിൽ വെക്കുവാണ്. ഇച്ചിരി വെള്ളം കൂടുതൽ വേണം. നമ്മൾ സ്റ്റവ് വെക്കുമ്പോൾ അടുപ്പിൽ വെക്കുന്ന അത്രയും വെള്ളം പോരാ. ആവി ഒട്ടും പുറത്ത് പോകാതെ നല്ലൊരു അടപ്പ് വെച്ച് മൂടി നമുക്ക് വേവിക്കാം. ആ ചക്ക വേകുന്ന സമയം കൊണ്ട് നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി, കാന്താരി, ഇത്രയും സാധനങ്ങൾ ഞാനൊന്ന് ഒതുക്കിയെടുക്കും, അരിഞ്ഞു പോകണ്ട. ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു 8-10 ചുവന്നുള്ളി. ഇനി നല്ല പച്ചക്കാന്താരി ചക്ക വേവിച്ചതിനൊക്കെ ടേസ്റ്റ് കിട്ടുന്നത്. എൻ്റെ അടുത്ത് അത്ര ഇല്ലാത്തത് കൊണ്ട് ഞാൻ പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. എരിവുള്ള പച്ചമുളകാണ്. പിന്നെ ജീരകമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ കപ്പയ്ക്കും ചക്കയ്ക്കും ഒന്നും ജീരകം ചേർക്കാറില്ല. അതിന് അതിൻ്റെ ആ ഒറിജിനൽ ടേസ്റ്റ് മാറിപ്പോകുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും സാധനങ്ങൾ ഒന്ന് ഒതുക്കിയെടുത്ത് അരിഞ്ഞു പോകാതെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഈ ചക്ക വെന്തതിനകത്തോട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തൊന്ന് ചേർക്കുവാണ്. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് ഒന്നും കൂടി ആവി കയറണം. ആവി കയറി കഴിയുമ്പോൾ അരപ്പ് ഒന്ന് നന്നായിട്ട് ആവി കയറിയാൽ മതി, അന്നേരത്തേക്ക് ഇത് വെന്തോളും. അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ, നമ്മൾ തന്നെ ആട്ടിച്ചെടുത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ അതിന് നല്ല മണവും രുചിയൊക്കെ കിട്ടും കേട്ടോ. ഇരട്ടി ടേസ്റ്റാണെന്ന് പറയാം. അങ്ങനെ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡിയായി. ഇനി അതിനാവശ്യമായ ഒരു മുളക് ചമ്മന്തി, വെറും 3 ഇൻഗ്രീഡിയൻസ് മതി. ഞാനതിനകത്ത് പുളിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കുന്നില്ല. സവാളയൊന്ന് ഒരുവിധം ചെറുതായിട്ടൊന്ന് ഞുറുക്കിയിട്ട് ആ മിക്സിയിലൊന്ന് 2-3 തവണയൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അരിഞ്ഞു പോകണ്ട, ഒട്ടും വെള്ളം ചേർക്കണ്ട. അതിനുശേഷം ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്കൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. കടുക് പൊട്ടിക്കണ്ട കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒരു ശകലം കൂടുതൽ വേണം. ഈ ചമ്മന്തിക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് ഇത്രയും സാധനങ്ങൾ വെച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിലും അത് ഒരാഴ്ചയൊക്കെ കേടാകാതിരിക്കും. അതിന് 1-2 ദിവസം കഴിയുമ്പോൾ അതിന് ടേസ്റ്റ് കൂടുതലാണ്. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി വെക്കാറുണ്ട്. ഫ്രിഡ്ജിലാണെങ്കിലും ഒരാഴ്ച മേലെയൊക്കെ വെച്ച് കഴിക്കാതെ ചോറിനോ കഞ്ഞിക്കോ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു ടേസ്റ്റാണ്. അപ്പോൾ ആ എണ്ണ ചൂടാതിനകത്തോട്ട് നമ്മൾ ആ അരച്ച സവാളയും ഒരു സ്പൂൺ മുളക് പൊടി, നമ്മുടെ എരിവിന് ആവശ്യമായ മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പും അത് ചേർത്ത് നന്നായിട്ടൊരു 5 മിനിറ്റ് വഴറ്റാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അതിൻ്റെ ഒരു എണ്ണ തെളിയുന്നതാണ് അതിൻ്റെ പരുവം കേട്ടോ. അതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിന് എണ്ണ കുറവാണെന്ന് തോന്നിയാൽ ഒരു ശകലം എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരു ശകലം എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു പരുവത്തിൽ വേണം ചമ്മന്തി എടുക്കാൻ. അങ്ങനെ നമ്മുടെ ചമ്മന്തി ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇതിൻ്റെ കളർ മാറിയിട്ടുണ്ട്. എണ്ണ അല്പം കുറവായതുകൊണ്ട് കുറച്ച് എണ്ണയും കൂടെ കൂട്ടി ഒഴിച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡിയായി. ചക്കപ്പുഴുക്കും കൂടി ഒരു കഷ്ണം നമ്മുടെ ഉണക്ക സ്രാവ് വറുത്തതും കൂടെ ഈ ചക്കപ്പുഴുക്കിൻ്റെ കൂടെ നല്ല ചൂട് കട്ടൻ ചായയും കൂട്ടി നമുക്ക് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.